ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും, ചെലവ് കുറയും, സമയം ലാഭിക്കാൻ കഴിയും. ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ വേണോ എന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിൻ്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. തിരൂർ MLA ആയ കുറുക്കോളി മൊയ്തീൻ്റെ ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മറുപടി പറഞ്ഞപ്പോൾ അത് മൊത്തത്തിലൊരു ട്രോൾ രൂപത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്ന് ചർച്ചയായത്. പിന്നീടാണ് ഇ ശ്രീധരൻ അതിവേഗ റെയിൽവേയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അത് നടപ്പിലായിട്ടൊന്നുമില്ല, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ശ്രീധരൻ്റെ പ്രോജക്റ്റിൽ തിരൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് മലപ്പുറമാണ്. അങ്ങനെ ഒരു കാര്യം അന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നിയത്? എനിക്ക് നിരാശ തോന്നി. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഇത്രയും ദൂരക്കാഴ്ചയില്ലാത്ത ആളാണല്ലോ എന്നതിൻ്റെ മനസ്സിൽ ചിന്ത വന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം സാധാരണ എങ്ങനെയാണ്, ജനകീയ വിഷയങ്ങളിൽ താല്പര്യമുണ്ടാകാറില്ല. പുരോഗമന വിഷയങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ വർഷങ്ങളേറെ എടുക്കും. കേരളത്തിൽ നടന്ന ഓരോ വികസന രംഗങ്ങളെയും പുരോഗമന ഭാഗങ്ങളെയും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നെല്ലുകുത്ത് മെഷീൻ വന്നപ്പോഴും, ട്രാക്ടർ വന്നപ്പോഴും, കല്ലുവെട്ട് മെഷീൻ വന്നപ്പോഴും, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോഴും, എന്തിന് കമ്പ്യൂട്ടർ വന്നപ്പോഴും പോലും ആദ്യഘട്ടത്തിൽ അതിനെ എതിർത്തവരാണ് CPM-ൻ്റെ നേതാക്കൾ. താങ്കൾ അങ്ങനെ ഒരു വിഷൻ മുന്നോട്ട് വയ്ക്കാൻ കാരണം എന്തായിരുന്നു? തിരൂരിൽ നിന്ന് മലപ്പുറത്തേക്കൊരു പാത താങ്കൾ ആ പറയുന്ന ഘട്ടത്തിൽ ആളുകൾ ആ തരത്തിൽ അതിനെ ഇതെന്താണ് ഈ പറയുന്നതെന്ന് തോന്നിയാൽ അന്ന് തെറ്റു പറയാൻ പറ്റുമായിരുന്നോ? അങ്ങനെ ഒരു പാത വരുമെന്ന് താങ്കൾക്ക് വിശ്വസിക്കാൻ കാരണം എന്തായിരുന്നു? ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ് പ്രവർത്തിച്ചും അതേപോലെ സംഘടനാ കാര്യങ്ങളൊക്കെ നോക്കിയും ഒക്കെ വളർന്നു വന്നത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കിടയിൽ താമസിക്കുന്ന ഒരാൾക്ക് അവരുടെ അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവിടുത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, അവിടുത്തെ ഒരു കൂട്ടുകാരൻ, അവരുടെ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എൻ്റെ ബാധ്യതയല്ലേ. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സർവ്വ മേഖലയെക്കുറിച്ചും ചിന്തിക്കേണ്ടത് എൻ്റെ കടമയാണ്. 1993 ഞാൻ യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാകുമ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയ ഒരു വികസന പത്രികയുണ്ട്. മലപ്പുറം ജില്ലയുടെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. ആ സന്ദർഭത്തിൽ AK ആൻ്റണിക്ക്, മുഖ്യമന്ത്രിക്ക് ഞങ്ങളത് സമർപ്പിച്ചു. അത് സമർപ്പിച്ച സന്ദർഭത്തിൽ അതിൽപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇത്. അന്ന് ജോസ് അന്നത്തെ കലക്ടറായിരുന്നു. കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സദസ്സിൽ ഞാനിത് പരാമർശിച്ചപ്പോൾ എന്നെ സദസ്സിൽ വെച്ച് അഭിനന്ദിച്ച സന്ദർഭം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം കാര്യം പറഞ്ഞപ്പം വിമർശനവും മാത്രമല്ല കിട്ടിയ, അഭിനന്ദനവും കിട്ടിയിട്ടുണ്ട്. മുമ്പ് 93 തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു ഭാഗ്യം കേരള നിയമസഭയിൽ അത് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് പോലെയാണ് CPM അതിൻ്റെ നേതാക്കന്മാരും. ഒന്ന് മിനുങ്ങി പിന്നെ പതുക്കെ കത്തുള്ളൂ. CM അങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തുള്ള സഹപ്രവർത്തകരോ ആ പറഞ്ഞത് കാര്യമാക്കേണ്ട ആ തരത്തിലുള്ളതും സംസാരിച്ചോ? അല്ല, ആ വിഷയം തന്നെ സംസാരിച്ചോ? എന്നെ പലരും ആശ്വസിപ്പിച്ചു. മാത്രമല്ല, ഞാൻ പുറത്ത് അവിടെ നിന്ന് സഭയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിറയെ ഫോൺ കോളുകളായിരുന്നു, മിസ് കോളുകൾ. എനിക്കറിയാത്ത പല ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ, അവരൊക്കെ എന്നെ വിളിച്ച് അഭിനന്ദിക്കുന്നത് കാണാൻ സാധിച്ചു. രണ്ട് നിലക്ക് ഒരു മുഖ്യമന്ത്രി ഇത്രയും ചെറുതാകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, എന്തുമാത്രം നല്ലൊരു പദ്ധതിയാണ് നിങ്ങൾ വെച്ചത് എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഈ ശ്രീധരൻ്റെ മലപ്പുറത്ത് ഒരു സ്റ്റോപ്പ് എന്ന് കണ്ടപ്പോൾ ഇക്കാര്യം ഓർമ്മ വന്നോ? തീർച്ചയായും ഞാൻ അഭിമാനം കൊണ്ടു. ഇവിടെ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു പദ്ധതി അദ്ദേഹം രൂപകൽപ്പന നൽകി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ഞാൻ വിഭാവനം ചെയ്ത മേഖലയുമായി തട്ടിച്ചത് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അഭിമാനിക്കാൻ ഏറെ വക എനിക്കുള്ളതല്ലേ. ഞാൻ അഭിമാനിച്ചു, സന്തോഷിച്ചു, സംതൃപ്തിപ്പെട്ടു. കുറേ ആളുകൾ അപ്പോഴും എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. നിങ്ങൾ പറഞ്ഞ ആശയമാണല്ലോ ശ്രീധരനും മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇനി എൻ്റെ പദ്ധതിയിൽ മലപ്പുറത്ത് നിന്ന് നിലമ്പൂർക്ക് നീട്ടേണ്ട ഒരു ആവശ്യമുള്ളൂ. അതൊക്കെ ഭാവിയിൽ വരും കേട്ടോ. വരിക തന്നെ ചെയ്യും. ഈ മെട്രോ ലൈൻ വരിക തന്നെ ചെയ്യും.
കേരളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഡയലോഗാണ് വരും കേട്ടോ. അത് തന്നെയാണ് കുറുക്കോളി ആവർത്തിക്കുന്നത്. ഈ സഭയ്ക്കകത്താണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. അന്ന് ഒരു നിരാശനാവേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ വാക്കിൽ. പക്ഷേ ഇന്ന് സഭയ്ക്ക് പുറത്ത് നിന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ അഭിമാനബോധത്തിലാണ് തിരൂരിൻ്റെ MLA സംസാരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.